ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിൽ വർവ കൊമേഴ്സ്യൽ അവന്യൂ, വർവ സിറ്റി എന്ന് പറയുന്നത്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഗംഭീര കാഴ്ചകൾ നിങ്ങൾക്ക് നൽകുന്നത് നമ്മളെ ഇവിടെയുള്ള ഈ ഫ്രണ്ട് സൈഡിലുള്ളത്, ഫ്രണ്ട് സൈഡിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം കിലോമീറ്ററുകൾ കണക്കിലുള്ള ഒരു ഷോപ്പിംഗ് അവന്യൂ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം, പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. വളരെയധികം ഷോപ്പുകൾ ഇതിലുണ്ട്. ഇതിൽ പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോങ്നെസ്, അതായത് ഇതിൻ്റെ ദൈർഘ്യമാണ് കൂടുതൽ, നീളത്തിലാണ് ഇത് വരുന്നത്. ഇതൊരൊറ്റ ബിൽഡിങ്ങിൽ ഒതുങ്ങുന്നില്ല, ഒരേ ഡിസൈനിൽ കുറേ ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് പാർക്കുകൾ, അതുപോലെ ഐറ്റംസൊക്കെ എന്തായിട്ടുണ്ട്, പുൽത്തകിടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉള്ളിലുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതൊക്കെ വളരെ ദൃശ്യമനോഹരമായിട്ടുള്ളൊരു ഭാഗമാണിത്. ഇപ്പോൾ കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തെ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. പിന്നെ ഇത് 1 കിലോമീറ്ററിൻ്റെ ഒക്കെ അധികമുണ്ട്. 1 കിലോമീറ്റർ ഒന്നും ആവില്ല, അതിലൊക്കെ അധികമുണ്ട് ഇത്. അപ്പോൾ വളരെയധികം നീളത്തിലാണ് ഇത് കിടക്കുന്നത്. ഇത് ഇവിടെയുള്ളൊരു വലിയ ഷോപ്പിംഗ് സമുച്ചയം തന്നെയാണ്. ഷോപ്പിംഗ് എന്ന് പറയാനില്ല, കമ്പനികൾ, ഓഫീസുകൾ, കൊമേഴ്ഷ്യൽ അവന്യൂ എന്ന് തന്നെ പറയാം. കാരണം കൊമേഴ്ഷ്യൽ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന കണ്ടില്ലേ, വളരെയധികം മനോഹരമായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. പോകാൻ കഴിയും, ഇതൊക്കെ പോകാൻ പറ്റും. എന്നോടാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ഇതിലൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ വളരെ മനോഹരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലും പുൽത്തകിടിയും അതുപോലെ ഐറ്റംസ് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലോ, ഇതിൻ്റെ ഷോപ്പുകൾ ഇതിൽ അൻസാർ ഗാലറി, റംസ് മാള്, അതുപോലെ ഷൈന മാർട്ട്, ഇതെല്ലാം ഇതിലുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് പിന്നെ കുറച്ച് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അബൂമർ സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനികൾ, ഫുഡ് ചെയിനുകൾ എല്ലാം ഇതിലുണ്ട്. ഇതിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയധികം വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ എന്താണ് പർപ്പസുകൾ, ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഇത് എപ്പോഴാണ് ഇത് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും ഇതിൻ്റെ കോൺട്രാക്റ്റ് ആരാണെന്നും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇവിടെ ഖത്തറിലുള്ളവരാണെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് പിന്നെ അൻസാർ ഗാലറിയിൽ നിന്നൊക്കെ ഷോപ്പിംഗ് ചെയ്യുക. പിന്നെ ഇവിടെ എല്ലാം കൂടുതൽ വൈകുന്നേരം രാത്രിയൊക്കെ വരികയാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും ഇവിടെ. കാരണം നമുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ. പിന്നെ നമുക്ക് അത്യാവശ്യം ലക്ഷറായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളെ എൻ്റർടൈൻമെൻറ്റായിട്ട് കുറച്ചൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡ്, അവിടെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് പപ്പ ജോൺസ് കാണുന്നുണ്ട്, മറ്റേ പിസൻ്റെ കടയാണ്. പിന്നെ അതുപോലെയുള്ള എല്ലാ ഒട്ടുമിക്ക ബ്രാഞ്ചുകളും ഇവിടെ ഉണ്ട്. പിന്നെ ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട്. കാരണം ഇതൊരു ചെറിയ ഷോപ്പിംഗ്, ഒരു ഷോപ്പ് മാത്രമല്ല, അതിൻ്റെ സെക്കൻഡ് സ്റ്റോറി ഉണ്ട്. സെക്കൻഡ് സ്റ്റോറിയിലൊക്കെ നമുക്ക് ഓഫീസുകളാണ് കൂടുതലുള്ളത്. സെക്കൻഡ് സ്റ്റോറിയിലൊക്കെ ഓഫീസുകളും മറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ എത്രത്തോളം ഇത് നടന്നു കഴിഞ്ഞാലും എത്തില്ല, അത്രയും ലോങ് ആയിട്ട് വളരെ ലോങ് ആയിട്ട് പോകുന്നൊരു ഷോപ്പിംഗ് ഏരിയ ആണിത്. ഷോപ്പിംഗ് ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. ഷോപ്പിംഗ് ഏരിയ എന്നല്ല, കൊമേഴ്ഷ്യൽ ഏരിയ.
കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കെല്ലാം ഓഫീസുകൾ, പിന്നെ പലതരം ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഷോപ്സ് ഉണ്ട്. അത് പിന്നെ നമ്മളെ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തരം എന്ത് തരം ഐറ്റംസും ഇവിടെ എന്താകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ ഇത് ഒരൊറ്റ ഡിസൈനിൽ തീർത്തതാണ്. ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഡിസൈന് ഒരൊറ്റ ഡിസൈനാണ്. ഒറ്റ ഡിസൈനിലാണ് ഇതുള്ളത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഇവിടെ പിന്നെ ഉമ്മുസനി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ശരിക്കും പറയുന്നത്. ഉമ്മുസനി എന്നാ പറയും ഈ സ്ഥലത്തിന്. ഉമ്മുസനി എന്ന് പറഞ്ഞാൽ നമ്മൾ സനയിലേക്ക് പോകുമ്പോൾ, ഖത്തറുള്ളവരോട് ഞാൻ പറയുന്നത്, സനയിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഖത്തറില്ലാത്തവരാണെങ്കിലും ഇവിടെ വരുമ്പോൾ, ഖത്തറിൽ വരുമ്പോൾ ഈ സ്ഥലമൊക്കെ സന്ദർശിക്കുക. കാരണം ഇവിടെ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഞാൻ മലയാളത്തിനാണ് വീഡിയോ പിന്നെ ഇത് ചെയ്യുന്നത്, വോയിസ് വരുന്നത്. അപ്പോൾ മലയാളീസിനോട് എനിക്ക് പറയണം, മറ്റുള്ള ഭാഷക്കാർക്കൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് മറ്റുള്ളവർ. പക്ഷേ പിന്നെ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് വരിക. ഈ ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ഷോപ്പിംഗ് നടത്തുക. ഈ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അൻസാർ ഗാലറിയൊക്കെ ആണെങ്കിൽ വില വളരെ കുറച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടുതൽ അൻസാർ ഗാലറിയിൽ വരുന്നുണ്ട്. പിന്നെ റംസ് മാളാണെങ്കിൽ കൂടുതലും റംസ് മാൾ ആശ്രയിക്കുന്നത് ഇവിടുത്തെ അറബികൾ, ലെബനീസ്, സിറിയ എന്നുള്ള ആൾക്കാരൊക്കെയാണ് റംസ് മാൾ ആശ്രയിക്കുന്നത്. നമുക്ക് പിന്നെ അവിടെയും നോക്കാം എന്താണ് അവരെ ഐറ്റംസ് എന്നൊക്കെ നോക്കാൻ പറ്റും. അവരെന്തുണ്ടാക്കുന്നത്, അവരെ കൂടുതൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഖത്തറിൽ വരുന്നവരും ഖത്തറിലുള്ളവരും ഇവിടെ സന്ദർശിക്കുക. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെയിലൊക്കെ കുറവ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ വെയിലൊക്കെ കുറവുണ്ടാവും. ഇവിടെ വന്നിരിക്കുക, ഈ പുൽത്തക്കിട്ടൊക്കെ വന്നിരിക്കുക. കാർ അവിടെ പാർക്ക് ചെയ്യുക. കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ വിശാലമായിട്ടുള്ള. അപ്പോൾ പിന്നെ അത്യാവശ്യം എവിടെ ഷോപ്പിൻ്റെ അടുത്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ഹാർഡ്വെയർ ഐറ്റംസ്, ക്ലീനിങ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഹെഡ് ഓഫീസുകൾ ഇവിടെ ഉണ്ട്. അധികം കമ്പനിയുടെ ഹെഡ് ഓഫീസുകൾ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം നനച്ചുകൊണ്ടിരിക്കുക, ചെടി നനച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെയൊക്കെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ, മറ്റേ ഗാർഡനിങ്ങിൻ്റെ ആൾക്കാർ. അപ്പോൾ അവർ നനവ് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മൊബൈലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഡ്യൂട്ടിയാണത്, വേറെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു. ഗാർഡനിങ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇതായിട്ട് വരും. ഇപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ഇത് സൈക്കിൾ ട്രാക്കാണ്, ഉണ്ടോ? ശരിക്കും സൈക്കിൾ ട്രാക്കാണ് ഇത്. സൈക്കിൾ ട്രാക്കിന് സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഈ ഒരു സിന്തറ്റിക് റബ്ബറൈസ്ഡ് ടൈപ്പാണ് ഇത് വരുന്നത്. പിന്നെ സൈക്കിൾ ട്രാക്ക് വളരെ മനോഹരമായ സൈക്കിൾ ട്രാക്ക്. ഇവിടെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഗിന്നസ് ബുക്കിൽ അടക്കം വന്നതാണ് ഇവിടുത്തെ സൈക്കിൾ ട്രാക്കിൻ്റെ ദൈർഘ്യം. വളരെയധികം വലിയ സൈക്കിൾ ട്രാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിൾ അതുപോലെ റൈഡിങ്ങിൻ്റെ ആൾക്കാർക്കൊക്കെ വളരെ നല്ല സുഖമാണ് ഇതിൽ റൈഡ് ചെയ്ത് പോകാൻ. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വെയിലുണ്ടാവില്ല. വെയിലില്ലാത്തപ്പോൾ നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പല ഓഫീസുകളുണ്ട്. ഇതിപ്പോൾ ഡെനിമി, S4 അതൊക്കെ ഷോപ്പിംഗ്, അതുപോലെ പല ഓഫീസുകൾ. അത് എനിക്ക് തോന്നുന്നു ട്രേഡിംഗ് സെൻറ്ററുകളാണ് കൂടുതലുള്ളത്. ട്രേഡിംഗ് സെൻറ്റർ ഓഫീസുകൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റമീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ റമീസിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റമീസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിൽ ഇവിടെ കുറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ തണുപ്പ് ചെറുതായിട്ടുണ്ട്. രാത്രിയൊക്കെ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കാലാവസ്ഥ മാറി വരുന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം സഹിക്കാവുന്ന വെയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുക, ഷോപ്പിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുക. എല്ലാവർക്കും അത് സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെക്കുക ഇവിടുത്തെ ഷോപ്പിംഗ് അനുഭവങ്ങൾ. കണ്ടോ, ഇതൊക്കെ കാർ പാർക്കിംഗ് ഏരിയ. കാർ പാർക്കിംഗ് നിരന്തരമായിട്ട് ലോങ് ആയിട്ട് പോകുന്നുണ്ട്.
ഇത്രയും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ല. അതാണ് ഏറ്റവും വലുത്. നമുക്കെപ്പോഴും സ്പേസ് ഉണ്ട് ഇവിടെ പോകാനും കാർ പാർക്കിങ്ങിനും അതുപോലെ എല്ലാതരം ഷോപ്പിങ്ങിനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു ടൈമുണ്ട്. നമുക്ക് ഒരു ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ അത്ര അത് എഫേർട്ട് എടുക്കാനാവില്ല. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ക്യാമറയൊക്കെ വെച്ചാണെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ടും കാര്യം ഉണ്ടാവും. അപ്പോൾ ഈ നിങ്ങളെ കാണുന്ന യൂട്യൂബ് കാണുന്ന ആൾക്കാർ എന്താ ഞാൻ ഹിന്ദിയിൽ കുറച്ചുകൂടെ പറയാം. मेरा सब्सक्राइबर्स पूरा है ना, देखने का अच्छा से एक क्वालिटी में बनाएगा, ये मोबाइल से बनाता है. ഞാൻ മൊബൈലിൽ എടുക്കുന്നത് അവരോട് പറഞ്ഞ ഹിന്ദിൻ്റെ ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഹിന്ദിക്കാർ. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. मुझे थोड़ा सपोर्ट करो, मुझे थोड़ा सपोर्ट करो, मेरा वीडियो लाइक करो, मेरा वीडियो पसंद है तो लाइक करो, मेरा वीडियो में कमेंट करो. पूरा आपका सपोर्ट मुझे चाहिए. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞതാ. അവർക്ക് മനസ്സിലാവണം ചെറുതായിട്ട്. അവർ മലയാളം മാത്രം കേട്ടാൽ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഓഡിയൻസ്, നമ്മുടെ വ്യൂവേഴ്സ്, അവരുടെ ലാംഗ്വേജ്. ഇപ്പം നമ്മളിപ്പോൾ മലയാളികളാണ് കൂടുതലുള്ളത്. അപ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുക. മലയാളത്തിലാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളെ സപ്പോർട്ടും കാര്യവും വേണം. ഞാൻ മലയാളി വ്യൂവേഴ്സിനാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. നിങ്ങളെ വ്യൂവേഴ്സ് നല്ല വ്യൂവേഴ്സ് ഉണ്ടാവും, നല്ല വ്യൂവേഴ്സ് ഉണ്ടാക്കുക, നല്ല സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. AR ട്രാവൽ ലൈഫ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.